സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. സ്നേഹം കൊടുത്തും അനുഭവിച്ചും ആ സ്നേഹവലയത്തിൽ നമ്മൾ അന്തായിത്തീരുക. ചുറ്റുമുള്ളതൊന്നും നമ്മളെ ബാധിക്കുകയോ മറ്റു കാര്യങ്ങൾക്ക് നമ്മളെ പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെയൊക്കെ ഒരു പടി മേലെയായിരിക്കും. അതുണ്ട്, പിണങ്ങാതെ പറയണേ. വാപ്പച്ചി എനിക്ക് വേണ്ടി കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോൾഡ് വാങ്ങാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നിങ്ങളന്ന് എനിക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രം വാങ്ങിയാൽ മതിയെന്ന് ചട്ടം കിട്ടിയപ്പം അവിടെ ക്യാഷാക്കി തന്നെ വെച്ചേക്കുവാണ്. കഴിഞ്ഞ ദിവസം ഉമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു, എനിക്ക് എവിടെയെങ്കിലും അത് ഡെപ്പോസിറ്റ് ചെയ്ത് മന്ത്ലി ഒരു എമൗണ്ട് കയ്യിൽ കിട്ടുന്ന രീതിയിലാക്കട്ടെ എന്ന്. ഞാൻ ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞേ. പക്ഷേ ഇപ്പം എനിക്കൊരു സജഷൻ, ആ ക്യാഷ് വാങ്ങി നമ്മുടെ കടം വീട്ടിയാലോ? അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പുറം കഴുത്തിൽ അവളുടെ കൈ ഓർത്തുകൊണ്ടാണ് അവൾ ചോദിച്ചത്. അത് കേട്ടതും രൂക്ഷമായി അവളെന്ന് നോക്കിയവൻ. അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖത്തെ പേശികൾ കാണേ അവളൊന്ന് പതറി. അവളുടെ കൈക്കുള്ളിൽ നിന്ന് മാറാൻ നോക്കിയെങ്കിലും അവൾ ബലമായി തന്നെ അവനെ പിടിച്ചു. ദേഷ്യം പിടിക്കല്ലേ, ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞതാ. അവനക്ക് ദേഷ്യം വന്നെന്നായപ്പം അവൾ മുഖം ചുളിച്ച് അവനെ നോക്കി പറഞ്ഞു, പ്ലീസ് ദേഷ്യപ്പെടല്ലേ. രൂക്ഷമായി അവളെ നോക്കുന്ന അവനെ നോക്കി അവൾ കെഞ്ചി. നിൻ്റെ സജഷൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട. ഉമ്മാനോടോ സൽമാനോടോ വീട്ടിൽ ആരുടെങ്കിലോ നീ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ, ഞാൻ കടം കയറി നിൽക്കുകയാണെന്ന് അവരറിഞ്ഞ, തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈ കുടഞ്ഞിരുന്നു അവൻ. അവൾ ചുമൽക്ക് വെച്ച് മുഖത്തേക്ക് നോക്കി സുറുമി. എന്നിട്ട് വായ തുറക്ക്, അവൻ്റെ ശബ്ദം വരുന്നു. ഇല്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. ദേഷ്യപ്പെടില്ലെന്ന് വാക്ക് പറഞ്ഞതല്ല എന്നോട്. എന്നിട്ട് തന്നെ ചാടി കളിക്കാൻ വരണേ. വാക്കിന് വിലയില്ലാത്ത തന്നെ രൂക്ഷമായി നോക്കുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മുഴുവിപ്പിക്കാതെ അവൾ ചുണ്ടുകൊട്ടി. അത് കാണാൻ അവന് ചിരി വന്നു. കുഷ്മ കയറിക്കൊണ്ട് ചുണ്ടിലേക്ക് മേലുന്തി നിൽക്കുമ്പോൾ പോലും പെണ്ണിനെ കാണാൻ വല്ലാത്ത മൊഞ്ച. ശരിക്കൊരു ക്യൂട്ട് ബബി ഗേൾ. പക്ഷെ അത് പറഞ്ഞാൽ പെണ്ണവിടെ നിൽക്കൂല, പൊങ്ങി പൊങ്ങി ആകാശം മുട്ടും. എൻ്റെ സുർമി, ഞാൻ 1000 വട്ടം ശബ്ദം ചെയ്തതാ, ഞാൻ മഹർ കിട്ടുന്ന പെണ്ണിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരു തരി പൊന്നോ പൗഡവയോ വാങ്ങിക്കില്ല എന്ന്. സൽമാനോടും വാപ്പച്ചിയോടും ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിൻ്റെ സ്വത്തോ വീടോ തറവാടോ കണ്ടല്ല, ഇച്ചിരി ദാഹ്യം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ നിന്നെ കെട്ടിയേ. കുറച്ചൊരു സൗമ്യത കൈവച്ചിരുന്നു ഞാൻ. അതെനിക്കറിയാലോ മഷ്ക. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടല്ലേ. അത്രയും വലിയൊരു എമൗണ്ട് മഷ്ക ഒറ്റയ്ക്ക് എങ്ങനെ കൊടുത്തു വീട്ടാനാ? എത്ര കൊല്ലെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്തു വീട്ടുക. അതിനിടെ തന്നെ ക്യാഷ് തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ അതൊക്കെ ഓർക്കണ്ടേ? ആശങ്കയുടെ അവൾ അവൻ്റെ കൈ കൂമ്പിളെടുത്ത് വാത്സല്യത്തോടെ ചൊച്ചു. എൻ്റെ സുർമി, ഒന്നും കാണാതെ ഞാൻ അത്ര വലിയ എമൗണ്ട് ഒന്നും കടം വാങ്ങൂല. എനിക്കൊരു ചിട്ടി കിട്ടാനുണ്ട്. മാസം നല്ലൊരു എമൗണ്ട് ചിട്ടിക്ക് വേണമെങ്കിലും കിട്ടുമ്പം 2 ലക്ഷത്തോളം ഉണ്ടാകും. അത് കിട്ടിയാൽ അത്യാവശ്യക്കാരുടെ കടം കൊടുത്തു വീട്ടാം. പിന്നെ സഫക്കെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പൊരു പ്ലോട്ട് പറഞ്ഞിരുന്നു. വാങ്ങിയതല്ല, ഉപ്പുപ്പാടെ മരണശേഷം വീതം വെച്ച് കിട്ടിയതാ. ഉപ്പ നാട്ടിൽ വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തിരുന്നു അതിൽ. അത് വിറ്റിട്ട് സഫക്ക് ആവശ്യമുള്ള ഗോൾഡ് വാങ്ങാമെന്നായിരുന്നു ഉപ്പാൻ്റെ പ്ലാൻ. ഉമ്മയോട് ഞാനതിനെപ്പറ്റി പറയുകയും ഉമ്മ അനുവാദം തരികയും ചെയ്തു. പക്ഷേ വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിൻ്റെ വിൽപ്പത്രത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ട്. ഉപ്പുപ്പ വാങ്ങിയ പ്ലോട്ടല്ലേ, ഇപ്പോഴത്തെ പോലെ സ്ട്രിക്റ്റ് റൂളില്ലല്ലോ അന്ന്. അത് റെഡിയാക്കാൻ ഒരുപാട് ഓടി നടക്കണം. രജിസ്റ്റർ ചെയ്യാൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണം. കല്യാണം പെട്ടെന്നായപ്പോൾ ഇതിനൊന്നുള്ള ടൈം കിട്ടിയില്ല. അതൊക്കെ കുറച്ച് മുമ്പേ നോക്കി വെക്കണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത് റെഡിയായി വിറ്റ് കിട്ടിയാൽ ഇപ്പോഴത്തെ വിലക്കനുസരിച്ച് നമ്മുടെ കടങ്ങളെല്ലാം വീടും. ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത് ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറയാനാണ്. അതുകൊണ്ട് നീ ഇതോർത്ത് ടെൻഷൻ ആക്കണ്ട. പിന്നെ ആവശ്യക്കാർ ചോദിക്കുമ്പോഴുള്ള കാര്യം, അതൊക്കെ എൻ്റെ അവസ്ഥ അറിയാവുന്ന നല്ല ആളുകളാണ്. അവർ തന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പതുക്കെ മതിയെന്ന്. ഇപ്പം സമാധാനമായോ എൻ്റെ വൈഫിന്? പറഞ്ഞുകൊണ്ടവൻ തൻ്റെ മുഖം കയ്യിലെടുത്ത് അവളുടെ കൈക്ക് മേലെ കൈവച്ചു. സത്യമാണോ മഷ്ക? സത്യം. ദേ നോക്കിയേ, ഞാൻ നിൻ്റെ കണ്ണിലേക്ക് നോക്കിയല്ലേ പറയണേ. അപ്പോൾ സത്യമല്ലേ? അവൻ ചിരിയോടെ ചോദിച്ചപ്പോൾ അവൾ ആശങ്കയോടെ ആണെങ്കിലും തലയാട്ടി. സത്യം പറഞ്ഞ് ഇങ്ങനെ കടം വാങ്ങി കല്യാണം നടത്തേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഒരു നിശ്വാസത്തോടെ അവൻ പറഞ്ഞു തുടങ്ങി. പ്ലോട്ട് വിൽക്കാൻ പറ്റാത്തത് തന്നെ നല്ലൊരു അടിയായി. പിന്നെ ഗോൾഡിന് ഇപ്പം 20,000 കടന്നു. പിന്നെ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വേറെയും. റുമിമോളുടെ ഫംഗ്ഷൻ അത്ര വലുതാകുമെന്ന് വിചാരിച്ചതേ ഇല്ല. അവിടെ ആദ്യത്തെ കുട്ടിയുടെ റുമി. പരിപാടി ചെറുതാക്കിയാൽ പറഞ്ഞില്ലല്ലോ, അത് ചിലപ്പം നിയാസിന് കുറച്ചിലാകും. അവൻ്റെ ഉമ്മയും മൂത്തുമ്മയൊക്കെ നാട്ടുനടപ്പിൽ നല്ല നിഷ്ഠയുള്ളവരാ. ശരിക്കും ഇനിയും അങ്ങോട്ട് പോകേണ്ടതല്ലേ, അപ്പോൾ അത് കുറക്കണ്ടെന്ന് വെച്ചു. പിന്നെ ഷെറിയുടെ ഹോസ്പിറ്റൽ ബില്ലും മേടിനുള്ളൊക്കെ കൊടുക്കുന്നതും നിയാസാണേലും കുഞ്ഞിപ്പെണ്ണിന് ഉപ്പുപ്പാടെ സ്ഥാനത്തുനിന്നും മാമയുടെ സ്ഥാനത്തുനിന്നും എന്തെങ്കിലും കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. എല്ലാം കൂടെ ആയപ്പോൾ വീട്ടിലെ ചിലവും എല്ലാം കൂടി ഇത്തിരി ടൈറ്റായി. ഉള്ളിൽ കനലെരിയുമ്പോഴും അവൻ പുഞ്ചിരി മനോഹരമായിരുന്നു.
ഈ നാട്ടു നടക്കുന്നത് ഭയങ്കര ബോറം പരിപാടിയാണല്ലോ മിഷ്ക. എന്തൊക്കെ ആചാരങ്ങളാ, കല്യാണം, അതിന് തന്നെ 1000 ചെലവ്, പിന്നെ അങ്ങോട്ടൊരു പെണ്ണ് വിളി, ഇങ്ങോട്ടൊരു വിളി, വയറ്റിലുണ്ടായ പിന്നെ നോക്കണ്ട. എല്ലാവർക്കും കാണാൻ പാകത്തിന് ഉന്തി നിൽക്കുന്ന വയറ് കാണാൻ പ്രത്യേക ഒരു ചെലവ്, അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന്, പിന്നെ പ്രസവം, വീട്ടുകാർ മാത്രം വിളിച്ച് സിമ്പിളായി നടത്തേണ്ട പരിപാടി 100ഓളം കൊണ്ടുവന്ന് പെണ്ണിൻ്റെ പെരക്കാർക്ക് പണിയുണ്ടാക്കുന്നു. പിന്നെ ഏതിനൊരു പൊന്നുകെട്ടൽ, 40ന് വേറൊന്ന്, പിന്നെ ഇച്ചിരി പോന്ന ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ 3-ാം മാസം എല്ലാവരും കൂടെ വീണ്ടും പെണ്ണിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ എന്തൊക്കെ തരം ചെലവാ ഈ പെണ്ണ് വീട്ടുകാർക്ക്. പരിഭവത്തോടെ ഒരു നീണ്ട നിശ്വാസത്തോടെ അവൾ പറഞ്ഞു നിർത്തി. ഇങ്ങനെ പരിപാടികൾ ഉണ്ടാകുമ്പോളേ വലിഞ്ഞു കയറി പോയി മൂക്കുമുട്ട തിന്നുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലൈറ്റ്സ് ഒന്നും കാണാറില്ലല്ലേ സുറുമയ്ക്ക്. അവൻ ചോദിച്ചപ്പോൾ അവൾ നാവ് പുറത്തേക്കിട്ട് കോക്കറി കാണിച്ചു. അത് കാരണം അവൻ ചിരിച്ചു. പതിയെ അവൾ അവൻ്റെ നെഞ്ചോരം തല ചായ്ച്ചു. കുറച്ചു നേരം അവൻ്റെ ഹൃദയതാളം പോലും കാതോർത്തവൾ നിന്നു. പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യത്തിലുണ്ടാക്കുന്ന മൗനത്തിന് പോലും പ്രത്യേക അനുഭൂതിയാണ്. സുർമി, ഓയ്, സങ്കടമുണ്ടോ? പക്ഷെ എനിക്കൊന്നല്ലോ. വേണ്ട, പറയണ്ട. പിന്നെ എനിക്കത് വിഷമവും. അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൾ അവൻ്റെ വായ്ക്ക് കുറുകെ കൈവച്ചു. എനിക്കിവിടെ വിട്ടുപോകുന്നതിനല്ല വിഷമം, കാരണം വരുമ്പോൾ തന്നെ തിരികെ പോകാനുള്ളതാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. എൻ്റെ വിഷമം നിന്നെ നല്ലൊരു ട്രിപ്പിന് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നർത്ഥം. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എൻ്റെ കഴിവ് കേട്, അല്ലാതെന്താ. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ ഫംഗ്ഷനും അത് കഴിഞ്ഞ് ഓരോ വീട്ടിലുള്ള വിരുന്നൊക്കെയായി എന്നും തിരക്കില്ലായിരുന്നു. അത് തീർന്നപ്പോഴേക്കും പോകാനും ആയില്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആക്കാം, ഓക്കെ? ഇതൊക്കെ നീ ഇപ്പോൾ എന്നോട് അടങ്ങാത്ത സ്നേഹം കൊണ്ട് പറയുന്നതാണ് വേണേ. കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ വീടും ഇയാളെ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് വല്ലതും പറഞ്ഞു കളയൂ. പാതി കാര്യമേ പാതി തമാശയും അവൻ പറഞ്ഞപ്പോൾ അവൾ ഊക്കോട് അവൻ്റെ വയറിനിട്ട് നുള്ളി. വേദന കൊണ്ടവൻ പിടിച്ചപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലും അവളുടെ ദത്തങ്ങളായിരുന്നിരുന്നു. അവനൊന്ന് കുതിരി അവനെ മാറ്റാൻ നോക്കിയെങ്കിലും പറഞ്ഞയുടെ കൈ ചുറ്റി പിടിച്ച് അവനിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കാത്ത വേണം തലവൻ്റെ നെഞ്ചിൽ വെച്ച് അവനോട് ചേർന്ന് തന്നെ അവൾ നിന്നു. എൻ്റെ പെണ്ണെ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വളർന്ന സാഹചര്യം വീട് തേങ്ങ മാങ്ങാന്ന് പറയാൻ എനിക്ക് കുഴപ്പമില്ല. ഇനി എന്നെക്കുറിച്ച് കഴിയുമ്പോൾ വേണ്ടെന്നാകുമെന്നാണ് എനിക്കിപ്പോൾ പോയി വരാം. അവൻ പറഞ്ഞു ഒഴിക്കാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു പരിഭവത്തോടെ. ഞാനെല്ലാം സഹിച്ചോളാം, ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഏതൊരു കുടുംബജീവിതത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. അതിന് എവിടെയായാലും ആരായാലും. അതുകൊണ്ട് അത് വിട്ടേക്ക്. പക്ഷേ മഷ്കക്കനോട് സ്നേഹമില്ലെന്ന് തോന്നിയാൽ പിന്നെ ഞാൻ വിട്ടിട്ട് പോകുന്നില്ല. പക്ഷെ സുർമിയുടെ വേറൊരു മുഖം മഷ്ക കാണും, അത്രേ ഉള്ളൂ. കുസൃതിയോട് അവൾ പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സത്യം. പിന്നെ ഉമ്മ പാവാണ്. ഇടയ്ക്ക് ഏതൊരു ഉമ്മയും പോലെ ആൾക്ക് കുറച്ചൊന്ന് ദേഷ്യമൊക്കെ വരും. അത് നിന്നോട് മാത്രമല്ല, എന്നോടും സഫയോടും ഷെറിയോടും ഒക്കെ ഉമ്മ ദേഷ്യപ്പെടാറുണ്ട്. അത് മക്കളായത് കൊണ്ടല്ലേ. അതുപോലെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ സെൻസിൽ എടുത്താൽ മതി കേട്ടോ. നിന്നെ വലിയെടുത്ത് ഉമ്മ വഴക്ക് പറയാറില്ലേ, അതുപോലെയാണെന്ന് വിചാരിച്ചാൽ മതി. പാവാണ്. ഉപ്പ അവിടെ ആയപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ നല്ല കുസൃതി കളിച്ച് നടക്കുന്ന പ്രായത്തിലാണ് ഷെറി ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 1.5 വർഷത്തെ വ്യത്യാസത്തിൽ സഫയും. ഉപ്പ ഇതുപോലെ 2-3 മാസം നാട്ടിൽ വന്ന് പോകും. ഇങ്ങോട്ട് താമസം മാറി ഉടനെയൊക്കെ പേടിയായിരുന്നെന്ന് പറയുമ്മ. മാനസികമായും ശാരീരികമായും ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് ഉമ്മ ഞങ്ങളെ വളർത്തിയത്. സ്കൂൾ വിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തിയപ്പോഴേക്ക് ഉമ്മ നല്ല വഴക്ക് പറയും. പ്രത്യേകിച്ച് സഫയും ഷെറിയൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടികളല്ലേ. എന്തേലും ഇടക്കൂടുന്നതിൽ ചെന്ന് പാടുമെന്നൊക്കെയുള്ള ഭയമായിരുന്നു ഉമ്മക്ക്. അവസാനം പഴയ കേൾക്കുക ഉമ്മമാരായിരിക്കുമല്ലോ. ഉമ്മയുടെ പേടി ദേഷ്യപ്പെട്ടായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ അതൊക്കെ ആ സെൻസിൽ എടുക്കൂലേ? അറിയാം. ഉമ്മനോട് പറഞ്ഞു തരാനുള്ള കാര്യത്തിലൊക്കെ എൻ്റെ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടാവും. ഓരോന്നും ഉമ്മ ഉണർത്തി തരുമ്പം അതിൻ്റെ കുറവുകളെ തിരുത്തി നെക്സ്റ്റ് ടൈം എനിക്ക് ഒന്നുകൂടെ ബെറ്ററായിട്ട് ചെയ്യാനുള്ളൊരു ട്രെയിനിങ്ങും കൂടെയാണ്. ഞാനങ്ങനെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് മഷ്ക ആ കാര്യത്തിൽ ടെൻഷനാക്കണ്ട, ഓക്കെ? മഷ്ക, പിന്നെ ഒരു കാര്യം കൂടെ. വലിയടുത്ത് ആരോട് പറയരുത് കടക്കാണെന്ന്. ഇവിടെ ഉമ്മാനോട് പോലും. സഫക്ക് കുറച്ചൊക്കെ അറിയാം. ഉമ്മ നേരത്തെ ടാബ്ലറ്റ് കഴിച്ച് കിടക്കുന്നത് കൊണ്ട് ഞാൻ കടം വാങ്ങിയ പൈസയുമായി രാത്രി വരുമ്പോൾ സഫയാണ് ഡോറ് തുറക്കുക. അപ്പം ചിലപ്പോഴൊക്കെ അവളോട് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇനി അവൾ ചോദിക്കുകയാണെങ്കിൽ ഒക്കെ ശരിയാകുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവളെങ്ങനെ സൽമാനോടോ മറ്റോ അബദ്ധവശാ പറഞ്ഞാൽ പിന്നെ അത് മതി. എന്തോ ഓർത്തതുപോലെ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെ അവൾ മൂളി. മഷ്ക, പറ. മഷ്ക, നേരത്തെ പറഞ്ഞില്ലേ ഉപ്പ നാട്ടിലൊക്കെ 2-3 മാസമേ നിൽക്കാറുള്ളൂന്ന്. അപ്പം മഷ്ക എങ്ങനെയാവോ? നിമിഷ നേരത്തെ ചിന്തകൾക്കൊടുവിൽ അവൾ തുടർന്നു. അങ്ങനെ വേണ്ടട്ടോ. ഈ കടക്ക് തീർന്നിട്ട് ഇവിടെ നല്ലൊരു ജോലി നോക്കാനോ? എന്നാൽ എനിക്ക് കാണാലോ. പിന്നെ എന്നും ഈ നെഞ്ചോട് ചേർന്ന് ഉറങ്ങാലോ. മറുപടി ഒന്നും ഇല്ലാതാകുകയും തല ചായച്ച് കിടക്കുന്ന നെഞ്ചിൻ്റെ മിടിപ്പ് മുറുകയും ചെയ്തപ്പോൾ അവൾ നെഞ്ചോട് ചേർന്ന് തന്നെ കൈയെത്തിച്ച് അവൻ്റെ മൂക്കിലും കവിളിലും ഒടുവിലെ കൺതടകളിലും വിരലൊടിച്ചു.
നനവ് പടർന്നിരിക്കുന്ന പീലികൾ വിരലൊടുക്കിയതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്തിനെത്രയും സങ്കടം? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണോ? അവനല്ലെന്ന് മൂളി. പിന്നെ ഒന്നുമില്ല. പോകുന്നാലിച്ചപ്പം അത് കണ്ടുപോലും കൊതി തീരാതെ. ഇനി എന്നാ നാട്ടിലേക്ക്? വന്നാലും വീണ്ടും മടങ്ങണം. അതൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ മറുപടിയിൽ അവളുടെ കണ്ണുകൾ നീറി. തൊണ്ടവരെ എത്തിയ തേങ്ങൽ അവൻ്റെ നെഞ്ചിൽ മുഖം വയ്ത്തിയവൾ അടക്കി നിർത്തി. കണ്ണുകൾ പെയ്ത് കവിളുകളെ നനച്ചപ്പോൾ അവൻ അവളെ ഇറുകെ പുണർന്നു. കൈകൾ അവളുടെ ശരീരത്തിൽ മുറുകി. അതിരങ്ങൾ അവളുടെ നെറുകയിലും പതിഞ്ഞു. ഒരിക്കലും പിരിയാൻ ആഗ്രഹമില്ലാത്തതുപോലെ. രാവിലെ തന്നെ സുറുമി തിരക്കിലാണ്. ഉമ്മയുടെ കൂടെ പത്തിരി പ്രസ് ചെയ്യാനും ചുട്ടെടുത്ത കാസറോളാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിക്കൻ നല്ല വറുത്തരച്ച കറിയും ഫ്രൈയും ഒക്കെ ഉണ്ട്. തന്നാലാകും വിധം അവൾ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ പതിവ് പോലെ അടുക്കള ഉമ്മയുടെ സുറുമയുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടില്ല. വല്ലാത്തൊരു മൗനം അവരെ ബാധിച്ചിരുന്നു. വലിയെടുത്തുനിന്ന് എല്ലാവരും എത്തിയതോടെ കുളിപ്പിച്ചു കൊണ്ടുവന്ന റൂമി മോൾക്കുടപ്പൊക്കെ കിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുപ്പിച്ച് സുന്ദരിയാക്കി. അവരെ കൂടാതെ നിയാസും നിഹാലും വന്നിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കുഞ്ഞു കുഞ്ഞു ജോലികളും വിശേഷങ്ങൾ ചോദിക്കലും പറയലൊക്കെ ഒരു കയ്യിൽ റൂമി എടുത്തുകൊണ്ടായി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പതിവ് വിശേഷങ്ങളോ സംസാരങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഭക്ഷണം കഴിഞ്ഞപാടെ നിയാസും സൽമാനും ചേർന്നുകൊണ്ട് പോകാനുള്ള ലഗേജ് എല്ലാം പുറത്തേക്ക് വെച്ചു. കാഷ്വലായി ഡ്രസ് ചെയ്ത് അവൻ ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവെക്കുന്ന തിരക്കിനായിരുന്നു അവൾ. ഒടുവിൽ അവൻ പോകാനിറങ്ങുമെന്ന് പറഞ്ഞപ്പം റൂമോളെ കയ്യിൽ വാങ്ങി സിറ്റിംഗ് റൂമിൻ്റെ വാതിൽ ചാരിപ്പോയി നിന്നു അവൾ. ഉമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ ഉമ്മയുടെ വിതമ്പൽ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. സഫയും ഷെറിയും ചേർത്ത് നിർത്തി നെറ്റിയിലായി നിൽക്കുന്നു അവൻ. വാപ്പച്ചിയുടെ ഉമ്മയോടും സമീറയോടും അങ്ങനെ ഓരോരുത്തരോടും അവൻ ഒരു ഉള്ളം പുഞ്ചിരിയാൽ യാത്ര പറഞ്ഞു. ഒടുവിൽ ആ കണ്ണുകൾ അവളുടെ മേലേക്ക് വന്നതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അടുത്തേക്ക് വന്ന് തൻ്റെ കയ്യിൽ കിടന്ന് നല്ല ഉറക്കമാർന്ന റൂമിമോളുടെ നെറ്റിയിലും കവിളിലുമായി ആദരങ്ങൾ മുദ്ര വെച്ച് പിൻവാങ്ങുമ്പോൾ അവൾ അറിഞ്ഞു തൻ്റെ കയ്യിലേക്കായി ഇറ്റു വീഴുന്ന അവൻ്റെ കണ്ണുനീർ തുള്ളികളെ. മിഴികളെ കോർത്തുകൊണ്ടവൻ യാത്ര ചോദിക്കുമ്പോൾ നിർജീവമായി ഒന്ന് പുഞ്ചിരിച്ച് യാത്രയാക്കാനേ അവൾക്കായുള്ളൂ. ഒടുവിൽ പണിപ്പെട്ട് തന്നിൽ നിന്നും കണ്ണുകളെ പിൻവലിച്ച് ബാക്കിയുള്ളവരോട് യാത്ര ചോദിച്ചിറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ആ കണ്ണുകൾ വീണ്ടും അവളെ തേടി. കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ മുന്നിലുള്ള കാഴ്ചകൾ അവ്യക്തമാക്കിക്കൊണ്ട് മിഴിനീർ തുള്ളികൾ അവളുടെ കണ്ണുകളിൽ തളം കെട്ടി നിന്നു. അപ്പോൾ ഇന്നലെ ഭദ്രമായി തന്നെ ചുംബിച്ച അവൻ്റെ അതരങ്ങളുടെ ചൂട് ഇപ്പോഴും തന്നെ മുഖത്തുണ്ടെന്ന് തോന്നി അവൾക്ക്. കൂടെ അകന്നകന്നു പോകുന്ന വാഹനത്തിൻ്റെ തൻ്റെ പ്രാണൻ കൂടെ പൊറിഞ്ഞു പോകുന്ന പോലെയും. കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് കാണാം. ബൈ ബൈ.